നിർബൺ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടിയിലെ സതീശൻ വിഭാഗം എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ സംരക്ഷണം കൊടുക്കുകയാണ്. രാജിയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇത്രയും ചെയ്ത് നിങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഇനി ഈ നടപടിയിലും നാണക്കേടുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു സമിതിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എന്നെക്കാൾ കൂടുതൽ നിർഭർ അറിയാം, കോൺഗ്രസിൽ എത്രയോ വിഷയങ്ങൾ അന്വേഷിക്കാൻ എത്രയോ സമിതികൾ വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു റിപ്പോർട്ട് പുറത്തു വരികയോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. നിർമ്മൻ്റെ ഓർമ്മയിലുണ്ടോ? തീർച്ചയായും കോൺഗ്രസിൻ്റെ സമിതികളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ സമിതി ഉണ്ടാകും. ഒപ്പം തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സമിതി ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളിൽ സമിതി ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ KPCC ട്രഷററായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു സമിതി വച്ചിരുന്നു. ആ സമിതിയെ സംബന്ധിച്ച് 3-അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ KPCC അധ്യക്ഷൻ അന്നത്തെ K. സുധാകരനായിരുന്നു. സമിതിയുടെ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. വയനാട് ഈ പറഞ്ഞ DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം നടന്നപ്പോൾ സമിതി വച്ചിരുന്നു. അന്വേഷിക്കുമെന്ന് പറഞ്ഞു, നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഒരു തരത്തിലും നടപടിയും ഉണ്ടായില്ല. നിരന്തരം കോൺഗ്രസിനെ സംബന്ധിച്ച് സമിതി ഒരു പുതുമയുള്ള കാര്യമേ അല്ല. ഇപ്പോൾ സമിതി തീരുമാനിച്ചിട്ടുണ്ട്, ആ സമിതിയിൽ അംഗങ്ങളെ തീരുമാനിച്ചിട്ടില്ല. സമിതിയെ സംബന്ധിച്ച് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, MLA പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്നതാണ്. അതിൽ മുതിർന്ന നേതാക്കൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. മുൻ KPCC അധ്യക്ഷന്മാരടക്കം വരുന്ന കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് A വിഭാഗത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം അക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ സമീപനം സ്വീകരിക്കണം. കാരണം ഒരു പരാതിയല്ല, 9ഓളം പരാതി AICC ആസ്ഥാനത്ത് തന്നെ നേരിട്ട് എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് അടക്കം നേരിട്ട് പലരും പരാതി നൽകി. മാത്രമല്ല ഈ പരാതി അത്ര ലാഘവത്തോടെയും ഗൗരവമില്ലാതെയും കാണരുത് എന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി തന്നെ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ അതിലൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു MPയുടെ കോൺഗ്രസിൻ്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീട്ടിൽ നിന്ന് പോലും സമാനമായ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പരാതിയുടെ പകർപ്പോ അത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലോ വരാത്തതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കാത്തത്. അപ്പോൾ അത്തരത്തിൽ രൂക്ഷമായ വിമർശനമുള്ളപ്പോൾ ഇനി അങ്ങനെ അയാളെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകരുത് എന്ന നിലപാട് മുതിർന്ന നേതാക്കൾ എടുക്കുന്നു. പക്ഷേ VD സതീശനും VD സതീശൻ്റെ അനുകൂലികളും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ധാരണ. അത് നിലവിലെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ KPCCയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ സണ്ണി ജോസഫ് അടക്കമുള്ള 3 വർക്കിംഗ് പ്രസിഡന്റുമാരും VD സതീശനും അടക്കമുള്ള നേതാക്കളുടെ തീരുമാനമാണ് എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. എന്തുകൊണ്ട് VD സതീശൻ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായത്? അവിടുത്തെ DCC എതിർത്തിട്ടും. എങ്ങനെയാണ് ആ പാലക്കാടിലെ സിറ്റിംഗ് MLA വടകരയിലേക്ക് MP ആയി മത്സരിക്കാൻ പോയത്? അന്ന് ഈ വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ മാറ്റുന്നതിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് VD സതീശനാണെന്ന് VD സതീശൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിപ്പിച്ചതാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സ്ഥാനാർത്ഥിയാകുന്നു, അദ്ദേഹം വിജയിക്കുന്നു, ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ പെടുന്നു. ഇനി രാജിവെക്കുകയും ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായി പ്രതിരോധത്തിലാകുക VD സതീശൻ തന്നെയാകും. അതുകൊണ്ട് തൽക്കാലം വിവാദം അവസാനിപ്പിച്ച് ഇത് ഇവിടെ തടയിടുക എന്ന ഉദ്ദേശം ഏറ്റവും കൂടുതലുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ മുതിർന്ന നേതാക്കളെല്ലാം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കുന്നതിൽ ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമിതി വയ്ക്കാൻ ധാരണയായിട്ടുണ്ട്. സമിതിയിൽ അംഗങ്ങൾ ആരാണ് എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇത്തരത്തിൽ പരാതികൾ മുഴുവൻ AICCക്ക് നൽകിയിട്ടുള്ള പരാതികൾ KPCCക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ നൽകിയിട്ടുള്ള പല പരാതികളും KPCCയുടെ കൈവശമുണ്ട്. ഇങ്ങനെ പുതിയ പരാതികൾ സ്റ്റേഷനുകളിലേക്ക് വരുന്നു. ഇത്തരം പരാതികളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്നാണ് KPCC നേതൃത്വം പറയുന്നത്. മനു, ശരി. നിർമ്മൻ, ഒരു കാര്യം കൂടി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന രീതിയിൽ സംരക്ഷണം ഒരുക്കുന്നു. ഇവിടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി തൽക്കാലത്തേക്ക് വിവാദം ശമിപ്പിക്കുക എന്നതാണല്ലോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. പക്ഷേ അവിടെ കാര്യങ്ങൾ ഒതുങ്ങുമോ?
ഇന്നലെ സതീശനോട്, പ്രതിപക്ഷ നേതാവിനോട്, നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ, നിർവനടക്കമുള്ള മാധ്യമപ്രവർത്തകർ നേരത്തെ പരാതി കിട്ടിയപ്പോൾ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? ചന്തയിൽ പോയി പറയുക എന്നതായിരുന്നു. ഞാൻ അതൊന്ന് കേൾപ്പിച്ചതിന് ശേഷം ആ ചോദ്യത്തിലേക്ക് നിർമ്മലിലേക്ക് മടങ്ങി വരാം. പ്രതിപക്ഷ നേതാവ് നമ്മളോട് ഇന്നലെയും കാണിച്ചൊരു ധാർഷ്ട്യമുണ്ടല്ലോ, ഏത് ഇത്രയധികം നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ടു പോയിട്ടും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും തെല്ലും കുറവില്ല എന്ന് ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളൊന്ന് കേൾക്കാം. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇവരുടെയൊക്കെ ഇപ്പോഴത്തെയും മാനസികാവസ്ഥ എങ്ങനെയാണെന്ന്. ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലേക്ക്. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും, ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയിട്ട് പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല. നിങ്ങളോട് നിങ്ങളുടെ അജണ്ട വേറെയാണ്. നിങ്ങളുടെ അജണ്ട വേറെ. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. നിർഭൻ നോക്കൂ, ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിരായുധനായി നിൽക്കുമ്പോഴും അഹങ്കാരത്തിനോ ധാർഷ്ട്യത്തിനോ ഒരു തെല്ലും കുറവില്ല. അതാണ് കാണാൻ കഴിഞ്ഞത്. പോയി ചന്തയിൽ പോയി പറയുമെന്നാണ് ഈ വിഷയം ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. വിഷയം ഉന്നയിച്ചത് എന്താണ്? നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് നടപടിയെടുത്തിരുന്നെങ്കിൽ അന്നേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിനാണ് ഈ മറുപടി കിട്ടിയത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെപ്പിച്ച് വിവാദം അടക്കാം അല്ലെങ്കിൽ ശമിപ്പിക്കാം എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം അത്ര കണ്ട് ഫലപ്രദമാകുമോ? ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയില്ലേ? സജീവ ചർച്ചയായി തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന വിഷയം ഇനി പോകുന്ന ദിവസങ്ങളിലെല്ലാം കോൺഗ്രസിനെ വേട്ടയാടില്ലേ? തീർച്ചയായും അത് എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ തീരുമാനിച്ചാൽ പോലും വിവാദം അങ്ങനെ കെട്ടടങ്ങുന്നതല്ല. കാരണം അതിൽ പരാതികളെ സംബന്ധിച്ച് അതിരൂക്ഷമായ പരാതികൾ ഇനിയുമുണ്ട് എന്ന വിശദാംശങ്ങളാണ് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് സംഘടനയ്ക്കുള്ളിലേക്ക് പല വിഷയങ്ങളിലേക്ക് കടന്നാൽ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട് മനു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വയനാട് ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിരുവിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മാറ്റാൻ തീരുമാനിച്ചിരുന്നതാണ്. 2 പദവിയിൽ ഒന്നിച്ച് തുടരണ്ട, അതുകൊണ്ട് രാഹുലിന് നിയമസഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തുടരേണ്ടതുണ്ട്. പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാൻ, അതായത് പുനഃസംഘടന പൂർത്തിയാക്കിയ ഉടൻ തന്നെ അദ്ദേഹം രാജിവെച്ച് പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 30 വീടുകൾ വെച്ച് നൽകണം. പണം 88 ലക്ഷം രൂപയെ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. ബാക്കി പിരിഞ്ഞു കിട്ടിയ തുക ഇവിടെ പോയെന്ന് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ഒരു മുൾക്കിരീടം ഒഴിഞ്ഞു എന്നതാണ് അതിൻ്റെ യഥാർത്ഥമായ രാഷ്ട്രീയ കാര്യം. കാരണം എന്നാൽ ഇനി അദ്ദേഹത്തിന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിരുവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി പറയേണ്ടി വരില്ല. കാരണം പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനോടായിരിക്കും സ്വാഭാവികമായി മാധ്യമങ്ങൾ ചോദിക്കുക. അത് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. തത്വത്തിൽ ധാരണയായിരുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ AICCയുമായി ഇത് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകി. ഉടൻ തന്നെ അദ്ദേഹം മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. അത് ഒരു ഘട്ടത്തിൽ ഒരു നിലയ്ക്ക് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിലുള്ള വിവാദങ്ങളിൽ നിന്ന് തൽക്കാലം ഈ പറഞ്ഞ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച 30 വീടുകൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്ന സ്ഥിതിയിലല്ല. വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കും ഇതൊരു വലിയ മുൾക്കിരീടമായി ഇനി കൊണ്ട് നടക്കേണ്ടി വരിക. മറിച്ച് MLA എന്ന പദവിയിൽ തുടർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ക്രിമിനൽ പ്രവർത്തനം ഒന്നല്ല നിരവധി പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ധാർമ്മികമായി ഈ പദവി രാജിവെക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് രാജിവെപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇതിനെല്ലാം പിന്നിൽ നിന്ന് ഈ പല കാര്യങ്ങളിലും സംരക്ഷണ കവചമൊരുക്കിയ VD സതീശൻ ഇക്കാര്യത്തിൽ ധാർമ്മികമായി മറുപടി പറയേണ്ടതുണ്ട്. കാരണം മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ മറുചോദ്യങ്ങൾ ഉന്നയിക്കുകയോ പ്രകോപനം സൃഷ്ടിച്ചോ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരാളല്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന് കേരള നിയമസഭയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്, ജനങ്ങളോട് പ്രതിബദ്ധതയും ബാധ്യതയും നിറവേറ്റേണ്ടതുണ്ട്. മനു, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇത് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും നാണം കെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. വെറും ആരോപണം മാത്രമല്ല, നോക്കൂ എത്രയധികം തെളിവുകളാണ് വന്നിരിക്കുന്നത്. ആ ഓഡിയോ ബൈറ്റൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? എത്രമാത്രം മോശമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് ആ പെൺകുട്ടിയോട്. അതിനുശേഷം വന്ന ചാറ്റുകളോ, വാട്സപ്പ് ചാറ്റുകൾ, ടെലഗ്രാം ചാറ്റുകൾ, അതിലൊക്കെ എത്രമാത്രം മോശപ്പെട്ട ഭാഷയിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾ നമ്മുടെ നിയമസഭയിൽ കയറുക പോയിട്ട് നിയമസഭയുടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോലും അടുക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനെ ചുമന്നു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാര്യം MLA സ്ഥാനം രാജിവെക്കേണ്ടേ എന്ന് അവരോട് ചോദിച്ചാൽ അവർ വേറെ തിരിച്ച് കുറേ പേരുകൾ പറയും, അവർ രാജിവെച്ചിരുന്നോ, ഇവർ രാജിവെച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അന്നത്തെ പോലുള്ള ആരോപണമല്ല ഇന്ന് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തെളിവുകൾ സഹിതമുള്ള, നമ്മുടെ മുൻപിൽ തെളിവുകൾ നിൽക്കുകയല്ലേ, വാക്കുകൾ, മാങ്കൂട്ടത്തിൽ തന്നെ വാക്കുകൾ, അയാളുടെ തന്നെ ചാറ്റുകൾ, ഇതൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം വേറിട്ട് നിൽക്കുന്നതാണ്